ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. അപ്പോൾ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ളൊരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. അപ്പോൾ ചേച്ചി ഒരു യൂട്യൂബറാണ്, ഞാനതെങ്ങാനും പുറത്ത് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം, നിരന്തരം എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം. ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെക്കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തുന്നത്. ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. കേട്ടോ ചേച്ചി? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരമായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. നമ്മുടെ കണ്ണൻ്റെ പടമൊക്കെ, നമ്മുടെ കൃഷ്ണൻ്റെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുണ്ട്. ജസ്ന സലിം എന്നാണ് അവരുടെ പേര്. അവർ നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ എയർലുമാണ്. കാരണം അവരുടെ പ്രവൃത്തികളും എല്ലാം ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ അവർ കൃഷ്ണൻ്റെ പടം വരച്ചിട്ടാണ് അവരുടെ മെയിൻ ഒരു തൊഴിലെന്ന് പറയുന്നത്, കൃഷ്ണൻ്റെ പടം വരയ്ക്കുക. അതുപോലെ തന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കയറി കേക്കൊക്കെ മുറിച്ച് വലിയ വിവാദത്തിലായ ഒരു സ്ത്രീ. അപ്പോൾ ഇവർക്കെതിരായിട്ടൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടാറുണ്ട്. എന്തായാലും ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കെതിരായിട്ട് അവർ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ട ഒരു ഷോർട്ട് വീഡിയോ ആണ്. അതായത് ജസ്ന സലിമിൻ്റെ ചില പ്രവർത്തികൾക്കെതിരെ വിമർശിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സ്മൃതി എന്ന് പറയുന്നത്. ആ ഒരു പെൺകുട്ടിക്കെതിരെ ഈ പറയുന്ന ജസ്ന സലീം വന്ന് പറഞ്ഞ ചില വൃത്തികേടുകൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മളെ ചിലപ്പോൾ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവാം. വിമർശനത്തെ അതേ രീതിയിലല്ലേ നേരിടേണ്ടത്, അല്ലാതെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ആ കുട്ടിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയി, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീക്ക് ശരിക്കും എന്താ കുഴപ്പം, എന്താ ഇവർ മൊത്തത്തിലൊരു കുഴപ്പക്കാരിയാണ്. ഇവരൊരു മുസ്ലിം സ്ത്രീയാണ്, ഇവർക്ക് 2 മക്കളൊക്കെ ഉള്ളതാണ്. അവരിപ്പോൾ ഇമ്മാതിരി ഇവരെല്ലാവരുമായിട്ട് വഴക്കാം. നമ്മുടെ ഷെഫീന ബീബി, അതായത് എല്ലാവർക്കും അറിയാവുന്ന യൂട്യൂബർ ഷെഫീന ബീബിയായിട്ട് നല്ല രീതിയിൽ ഫൈറ്റാണ് ഇവർ. ഇപ്പോഴത്തെ ഈ ഒരു സ്മൃതി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്കെതിരായിട്ട് ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോ ആയാണ്. ഇവർക്ക് ഉളുപ്പുണ്ട്, അല്ലെ നാണമുണ്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്രത്തോളം ഒരു അപരാധം പറയാനായിട്ട്. ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഏകദേശം 1 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ സ്മൃതി എന്ന് പറയുന്നത്. ആ ഒരു പെൺകുട്ടിക്കെതിരായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ജസ്ന സലീം വീഡിയോ ചെയ്തിരിക്കുകയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്നക്കെതിരായിട്ട് വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതിനാണ് ആ ഒരു രീതിയിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഈ പറയുന്ന കണ്ണൻ്റെ രാധ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം മോശം. നമ്മൾ പല രീതിയിലും നമ്മളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ്. നമ്മൾ ആരെക്കുറിച്ച് വീഡിയോ ചെയ്താലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കേണ്ടതിനെ വിമർശിക്കും. പക്ഷേ ഈ ജസ്ന സലീം ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി വളരെ ഒരു തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. ജസ്ന സലീമിനെ കുറിച്ച് ആൾക്കാർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഈ പറയുന്ന ജസ്ന സലീം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവരെ സത്യം പറഞ്ഞാൽ ആർക്കും കണ്ണെടുത്താൽ കാണരുത്. കാരണം ഇവരുടെ പ്രവൃത്തി അങ്ങനെ തന്നെയാണ്. ഇവർ മുസ്ലിം ആയിരുന്നു, ആദ്യമൊക്കെ തട്ടമൊക്കെ ഇട്ട് വരുമായിരുന്നു. ഇപ്പം തട്ടമൊക്കെ ഉപേക്ഷിച്ച് മൊത്തത്തിൽ അങ്ങ് അടിച്ചുപൊളിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അതൊക്കെ അവർ ചെയ്യട്ടെ. പക്ഷേ അവരെ വിമർശിക്കേണ്ട അവസരം വരുമ്പോൾ ആൾക്കാർ വിമർശിക്കും. അങ്ങനെ വിമർശിക്കുന്നവർക്കെതിരായിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഇത്ര തരം താഴ്ന്ന പരിപാടിയാണ്. എന്താ ഇവർ കാണിക്കുന്നത്? എന്തുവാ, ഇവർ കണ്ണൻ്റെ പടമൊക്കെ വരച്ചാണ് വിൽക്കുന്നത്. അതിനൊന്നും നമുക്ക് പരാതിയില്ല. അവർക്ക് അത് അറിയാവുന്നെങ്കിൽ അവരത് ചെയ്ത് ജീവിക്കട്ടെ. പക്ഷേ ഇമ്മാതിരി പെൺകുട്ടികളെ കുറിച്ചൊക്കെ അപവാദം പറയുക, മോശം പറയുക, അതൊക്കെ കുറച്ച് മോശമല്ലേ ചേച്ചി? കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു ഒഴിയാബാധ പോലെയാണ്. കാരണം ഇതിനു മുന്നേ ഏതോ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരുള്ള ചാനൽ മൊത്തം വാർത്ത നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവർ കണ്ണൻ്റെ പടം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഇവർ കച്ചറ ഉണ്ടാക്കി. ഇവരുടെ മെയിൻ പരിപാടി ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ ഇവർ ബഹളം ഉണ്ടാക്കും. ഇവർക്ക് ഇവരുടെ കാര്യം നോക്കി ഇവരുടെ ജോലി എന്താണോ അതും ചെയ്ത് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോയാൽ പോരെ. ഇവരെ കുറിച്ച് ആരെങ്കിലും വിമർശിച്ച് വീഡിയോ ഇട്ടാൽ അവരെയൊക്കെ
ഇതുപോലത്തെ രീതിയിലാണോ ഇവർ പ്രതികരിക്കേണ്ടത്? എന്തായാലും ആ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു, ഞാൻ ആ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ്, വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇതുപോലത്തെ ഒരു തരം താഴ്ന്ന വീഡിയോ ചെയ്യുന്ന ഇവർക്ക് നാണമുണ്ട്, ഉളുപ്പുണ്ട്. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇവർ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കണ്ണൻ്റെ രാധ അല്ലെ കൃഷ്ണൻ്റെ രാധ പടം വരച്ച് നടക്കുന്ന ഈ പെണ്ണുമ്പിളയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.